ഇനി പാലക്കാട്ടേക്കാണ്. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിനൊപ്പം പന്ന്യൻ രവീന്ദ്രനെയും പി സുനീർ എംപിയുടെയും പേരുകളും പരിഗണനയിൽ. CPI പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് പുതിയ പേരുകൾ ചർച്ചയ്ക്ക് വന്നത്. അതേസമയം മുഹസിന് മൂന്നാം വട്ടവും അവസരം നൽകുന്നതിൽ CPIക്കുള്ളിൽ അതൃപ്തിയുണ്ട്. MLA പാർട്ടിക്ക് വിധേയനല്ലെന്നാണ് ജില്ലാ ഘടകത്തിന്റെ വിമർശനം. വിവരം നൽകാൻ അരുൺ ആലത്തൂരുണ്ട്. അരുൺ, പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ മുന്നണികൾക്കുള്ളിൽ സീറ്റ് വിഭജനവും സീറ്റ് നിർണ്ണയമൊക്കെ ചൊല്ലി തർക്കങ്ങൾ രൂക്ഷമാണ്. പട്ടാമ്പിയിലെ സാഹചര്യം എന്താണ്? പട്ടാമ്പിയിൽ നിലവിലെ MLA ആയിട്ടുള്ള മുഹമ്മദ് മുഹസിൻ്റെ പേരായിരുന്നു ആദ്യ ഘട്ടത്തിലൊക്കെ കേട്ടിരുന്നത്. ഇപ്പോൾ ഏതായാലും പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ CPIയുടെ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പുതിയ പേരുകൾ കൂടി ചർച്ചയ്ക്ക് വന്നു എന്നുള്ളതാണ്. ഒന്ന് പന്ന്യൻ രവീന്ദ്രൻ്റെ പേരാണ്, പിന്നൊന്ന് പി സുനീർ MPയുടേതാണ്. അതുപോലെ തന്നെ CPIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുമലത മോഹൻദാസിൻ്റെ പേരുൾപ്പെടെ ഇവിടെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഈ മുഹസിന് മൂന്നാം വട്ടവും മത്സരിക്കാൻ വേണ്ടി അവസരം നൽകുന്നതിൽ CPIക്കുള്ളിൽ കടുത്ത അതൃപ്തി ഉണ്ട്. പ്രത്യേകിച്ച് ഈ മുഹമ്മദ് മുഹസിൻ പാർട്ടിക്ക് വിധേയനായി പെരുമാറുന്നില്ല, പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. എപ്പോഴും CPMനോടാണ് ഈ മുഹസിന് മമത എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം. CPMനാണെങ്കിൽ മൂന്നാം വട്ടവും മുഹസിൻ തന്നെ മത്സരിച്ചാൽ മതി എന്നുള്ളതാണ് CPMൻ്റെ നിലപാട്. മുഹസിൻ മത്സരിച്ചാൽ മാത്രമേ വീണ്ടും വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു നിലപാടാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതേസമയം തന്നെ CPIക്ക് ഈ മുഹസിനോട് തീരെ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല, പാർട്ടിയുമായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നില്ല, എല്ലാം തന്നിഷ്ടപ്രകാരം ചെയ്യുന്നു തുടങ്ങി നിരവധി ആരോപണങ്ങൾ, നിരവധി പരാതികൾ ഈ മുഹമ്മദ് മുഹസിന് നേരെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുഹസിനല്ല മറ്റൊരാളെ അവിടെ പരിഗണിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആവശ്യം. അതേസമയം തന്നെ മുഹസിൻ തന്നെ സ്ഥാനാർത്ഥി മതി എന്നുള്ള നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും CPMൻ്റെ കൂടി ആ ഒരു വാക്കുകൾ കേട്ടുകൊണ്ട് CPI തീരുമാനമെടുക്കുമോ, അതല്ലെങ്കിൽ മുഹസിന് മൂന്നാം വട്ടവും അവസരം നൽകാതെ മുഹസിനെ മാറ്റി മറ്റൊരാളെ അവിടെ പരിഗണിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സ്ഥിതിയാണ്. നിലവിൽ ഏതായാലും CPIയുടെ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് പുതിയ പേരുകൾ കൂടി ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. അതിൽ പന്ന്യൻ രവീന്ദ്രൻ്റെയും അതുപോലെ തന്നെ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുമലത മോഹൻദാസിൻ്റെയും പി സുനീർ MPയുടെയും ഉൾപ്പെടെ പേരുകളാണ് അവിടുത്തെ ഈ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പുതുതായിട്ട് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിനൊപ്പം പന്ന്യൻ രവീന്ദ്രൻ്റെയും പി സുനീർ MPയുടെയും പേരുകളാണ് പരിഗണനയിലുള്ളത്. വിവരം നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ.